വേടൻ്റെ സംഗീതം അത് കേരളത്തിൽ അലയടിച്ചു കൊണ്ടിരിക്കുകയാണ്. വേടൻ സംഗീത പരിപാടികൾ അവതരിപ്പിക്കുന്ന വേദികളിലെല്ലാം തന്നെ ലക്ഷങ്ങളുടെ ജനപങ്കാളിത്തമാണ് ഉള്ളത്. ഈ വ്യക്തിയുടെ ജനസമ്മതി ഇത് നാൾക്ക് നാൾ വർദ്ധിച്ചു വരികയാണ് ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും വേടൻ അവതരിപ്പിക്കുന്ന സംഗീത പരിപാടി അത് റാപ്പ് സംഗീതമാണ്. പക്ഷേ ആ റാപ്പ് സംഗീതത്തിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്ന ചില രാഷ്ട്രീയ ആശയങ്ങളുണ്ട്. ആ രാഷ്ട്രീയ ആശയങ്ങൾ ജനങ്ങളുമായിട്ട് സംവദിക്കാൻ അദ്ദേഹത്തിന് സാധിക്കുന്നുണ്ട്. അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ വിജയവും, അതുതന്നെയാണ് അദ്ദേഹത്തിൻ്റെ എതിരാളികളെ വിരളി പീഡിപ്പിക്കുന്ന കാര്യവും. അപ്പോൾ പലരും വേടനെ വിമർശിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ജാതി, മതം, ഗോത്രം എന്നീ കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ്. അപ്പോൾ ഒരു അധകൃത വിഭാഗക്കാരനായ വേടൻ ഈ റാപ്പ് സംഗീതവുമായിട്ട് മുന്നോട്ട് വന്നതിനെ തന്നെയാണ് ആളുകൾ എതിർക്കുന്നത്. അദ്ദേഹത്തിനെ എതിർക്കുന്ന ആളുകളിൽ ആരൊക്കെയാണ് എന്ന് നോക്കിയാൽ തന്നെ അവരുടെ എതിർപ്പിൻ്റെ കാര്യങ്ങൾ വ്യക്തമാണ്. ആരൊക്കെയാണ് വേടനെ പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് രംഗത്ത് വരുന്നത്, ആരൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ സംഗീത പരിപാടി ആസ്വദിക്കാൻ വേണ്ടി രംഗത്ത് വരുന്നത് എന്ന് നമ്മൾ നോക്കിയാൽ തന്നെ ഏത് നിലയിലാണ് അദ്ദേഹത്തിൻ്റെ ജനസമ്മതി എന്ന് മനസ്സിലാവും. മറിച്ച് അദ്ദേഹത്തിനെ എതിർത്തുകൊണ്ട് രംഗത്ത് വരുന്നവരുടെ ആ വിഭാഗങ്ങളുടെ സ്വഭാവം വെച്ച് നോക്കിയാൽ വേടനെ ആരൊക്കെയാണ് എതിർക്കുന്നത്, ഏത് അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ എതിർക്കുന്നത്, എന്ത് ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിനെ എതിർക്കുന്നത് എന്നും മനസ്സിലാകും. വേടനെ എതിർക്കുന്നവരും അനുകൂലിക്കുന്നവരും രണ്ട് ചേരിയായിട്ട് കേരളത്തിൽ അണിനിരന്നിട്ടുണ്ട്. അതിൽ അദ്ദേഹത്തിനെ എതിർക്കുന്ന ചേരികൾ ആരൊക്കെയാണ് എന്ന് നോക്കാം. ഇവിടെ KP ശശികല, അങ്ങനെ മധുസൂദനൻ തുടങ്ങിയ സംഘപരിവാറിൻ്റെ ആശാന്മാരായ അല്ലെങ്കിൽ നാവുകളായിട്ടുള്ള ആളുകളാണ് ഈ വേടന് എതിരെ രംഗത്ത് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും.